ചാനൽ. ഇന്ന് നമുക്ക് ഫ്രാക്ഷൻസ് ഓൺ നമ്പർ ലൈൻ, നമ്പർ ലൈനിൽ ഫ്രാക്ഷൻസ് എങ്ങനെയാണ് മാർക്ക് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്പർ ലൈൻ, ഇതുകൂടെ നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരച്ചിട്ട് അതിനകത്ത് നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നത് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 3/4 നമുക്ക് നമ്പർ ലൈനിൽ 1 2 3 4 5 മാർക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, അപ്പൊ ഇനി 3/4 മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ സാധാരണ നമ്പർ ലൈൻ വരയ്ക്കുമ്പോഴത്തേക്കും നമ്പർ ലൈൻ വരച്ച് ഇവിടെ നമ്മൾ 0 1 2 3 ഇങ്ങനെ മാർക്ക് ചെയ്യും അല്ലേ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ എപ്പോഴും 1 സെന്റിമീറ്റർ എടുത്താൽ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ, ഇപ്പൊ 1 2 3 4 അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ നമ്പേഴ്സ് മാർക്ക് ചെയ്യാറുണ്ട് അല്ലേ നമ്പർ ലൈൻ. അപ്പൊ ഇനി 3/4 മാർക്ക് ചെയ്യണമെങ്കിൽ 3/4 ഏതിനൊക്കെ ഇടയ്ക്കായിരിക്കും? 3/4 ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. പ്രോപ്പർ ഫ്രാക്ഷന്റെ വാല്യൂ 1നേക്കാൾ കുറവാണ്. അപ്പൊ 0ക്കും 1നും ഇടയ്ക്കാണ് ഈ 3/4 വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 3/4 എന്ന് പറയുമ്പോൾ ഈ ഒരു യൂണിറ്റിന് നമ്മൾ 4 ഡിനോമിനേറ്റർ 4 ആകുമ്പോൾ 4 ഈക്വൽ പാർട്സ് ആക്കണം. അപ്പൊ 1 2 3 4. അപ്പൊ ഇങ്ങനെ 1 സെന്റിമീറ്റർ എടുത്താൽ നമുക്ക് മാർക്ക് ചെയ്യാനൊക്കെ പാടില്ലേ, അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ 3/4 മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ 0 കൊടുത്തിട്ട്, അപ്പൊ ഞാൻ 1 യൂണിറ്റ് ഉണ്ടല്ലോ കുറച്ച് വലുതായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കെയിലൊരു 8 സെന്റിമീറ്റർ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, വലുതായിട്ട് എടുത്ത് ഇവിടെ 1 കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എന്താണ്, ഇതാണ് ഇവിടുത്തെ 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റിന് 4 ഈക്വൽ പാർട്സ് ആണ്. ബിക്കോസ് ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട്. ഡിനോമിനേറ്റർ 4 ആകുമ്പോൾ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആകുമ്പോഴത്തേക്ക് ഞാനിപ്പോ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യണം, മിഡിൽ കൊടുത്തിട്ട് പിന്നെ ഇത് 2 ഈക്വൽ പാർട്സ്, ഇത് 2 ഈക്വൽ പാർട്സ്. നിങ്ങൾ എടുക്കുമ്പോൾ 8 സെന്റിമീറ്റർ എടുത്താൽ ഡിവൈഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, 1 യൂണിറ്റ് എടുക്കുമ്പോൾ നമ്മളിപ്പോ 1 സെന്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. 1 സെന്റിമീറ്റർ എടുത്ത് തന്നെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അപ്പൊ വളരെ ചെറുതായിട്ട് വരുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുത് 1 യൂണിറ്റ് ഒരു വലുതായിട്ട് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി 0ന് നമുക്ക് 0/4 ഒന്ന് കൊടുക്കാം. പ്രശ്നം ഉണ്ടാവും? എന്താണ് പ്രശ്നമില്ല. ബിക്കോസ് 0/4 is equal to 0 ആണ്, തന്നെയാണ് അല്ലെ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ കിട്ടണ്ടേ. ഓക്കെ, അപ്പൊ 0 0/4 കൊടുക്കാം. ഇനി അടുത്ത ദിസ് പോയിന്റ് റെപ്രസെന്റ് 1/4 എന്ന് വെച്ചാൽ 4 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ട്. ഓക്കെ, ഇത്രയാണ് 4 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ട്. ദിസ് ഈസ് 2/4, അതായത് 4 ഈക്വൽ പാർട്സിൽ 2 പാർട്ട്. ദിസ് ഈസ് 3/4. ഓക്കെ, ഇനി ദിസ് ഈസ് 4/4. 4/4 നമുക്കറിയാം is equal to 1 ആണ്. 4/4 1 ആണ്, 3/3 1 ആണ്, 7/7 1 ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആകുമ്പോഴത്തേക്ക് the value is 1. The full 4. See, this means 4 parts among the 4 equal parts. Okay, അപ്പൊ 4 കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് the value is 1. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കും. അപ്പൊ 3/4 കിട്ടിയില്ലേ, ഇന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടി തന്നെ. ഓക്കെ, ഇങ്ങനെയാണ് 3/4 മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി 1/2 ആണെങ്കിൽ 1 യൂണിറ്റിന് നമ്മൾ 2 ഈക്വൽ പാർട്സ് ആക്കണം. ഡിനോമിനേറ്റ് ഏതാണോ അത് തന്നെ എടുത്തോളണം, എത്ര ഈക്വൽ പാർട്സ് എന്നുള്ളത്. അപ്പം അത് ഇവിടെ 0 കൊടുത്തിട്ട് 2 ഈക്വൽ പാർട്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വലുതായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലേ. എനിവേ നിങ്ങളൊരു 8 സെന്റിമീറ്റർ ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഞാൻ ഏകദേശം ഇത്ര എടുത്തിട്ട് അപ്പൊ അതിനെ മിഡിൽ വെച്ച് തന്നെ എന്ന് വെച്ചാൽ 2 ഈക്വൽ പാർട്ട് മതി. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ 0/4 കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 0 ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ 2 ഈക്വൽ പാർട്സ് ആകുമ്പോൾ ഇതെന്ന് പറഞ്ഞാല് 1/2 തന്നെയാണ്. 1/2 എന്ന് വെച്ചാൽ 2 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ട്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് 1/2. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ 1 യൂണിറ്റ് ആണ്. ദാറ്റ് മീൻസ് 2/2. ഓക്കെ, this is 0/2 കൊടുക്കാം. this part is 1/2, this is 2/2. is equal to 1 തന്നെയാണ്. ഓക്കെ, എന്നിട്ട് അപ്പൊ ഇവിടെ മാർക്ക് 1/2 മാർക്ക് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ ഒരു സർക്കിൾ ആണ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ 6th സ്റ്റാൻഡേർഡിൽ ഇതെങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. സെയിം നമ്പർ ലൈനിൽ തന്നെ മാർക്ക് ചെയ്യാനാ പറയുന്നത്. 1/2 1/4 3/4 4/4 2/2. സോറി, ഇത് ഇതിൻ്റെ അല്ലേ, ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതിയേക്കാമേ. 2/2. ഓക്കെ, അപ്പൊ ഈ 1/2 1/4 3/4 4/4 ഒറ്റ ലൈനിൽ മാർക്ക് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും അല്ലേ? ഡൗട്ട് വരണ്ട. അപ്പൊ ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ 4 ആണ്. ഓക്കെ, നമുക്ക് ഡിനോമിനേറ്റർ 4 ബിക്കോസ് അപ്പൊ എത്ര ഈക്വൽ പാർട്സ് ആകണം ഒരു യൂണിറ്റിന്?
4 equal parts. 4 equal parts. ഓക്കെ, അപ്പൊ ഇവനാണ് ഒരു പ്രശ്നക്കാരൻ. അപ്പൊ എന്താ ചെയ്താൽ മതി? അവനൊരു ഈക്വലന്റ് ഫ്രാക്ഷൻ ആക്കിയിട്ട് അങ്ങ് ഡിനോമിനേറ്റർ 4 ആക്കാം, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇൻറ്റു 2 ഇൻറ്റു 2 കൊടുത്താൽ അവൻ 2/4 ആയല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ 1/2 വരെ നമ്മൾ ഏത് മാർക്ക് ചെയ്താൽ മതി? ദാറ്റ് ഈസ് 2/4. അപ്പൊ എല്ലാ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്. അപ്പൊ ഇത് സെയിം നമ്പർ ലൈനിൽ തന്നെ, ഇത് എല്ലാം ഒരേ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത് 0 കൊടുത്തിട്ട് ഇവിടെയും 4 ഈക്വൽ പാർട്സ് ആണ്. അപ്പൊ ഒരു 8 സെന്റിമീറ്റർ എടുത്തിട്ട് ഞാൻ കുറച്ച് കൂട്ടി എടുത്തേക്കാണ് നമുക്ക് കാണാൻ വേണ്ടി. അതിന്റെ മിഡിലാകുമ്പോൾ 2 ഈക്വൽ പാർട്സ് ആണ്. ഇനി ഇതിനെ 2 ആക്കുമ്പോഴത്തേക്ക് 4 ഈക്വൽ പാർട്സ് ആണ്. ഓക്കെ, ഇനി ഇത് 0/4 കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ. ദിസ് ഈസ് 1/4 എന്ന് വെച്ചാൽ 4 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ട്. ദിസ് ഈസ് 2/4, ദിസ് ഈസ് 3/4, ദിസ് ഈസ് 4/4 is equal to 1. ഓക്കെ, അപ്പൊ ഇനി മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെ മാർക്ക് ചെയ്യാം? ഈ 2/4 വേണമെങ്കിൽ ഇവിടെ ഈസ് ഈക്വൽ ടു 1/2 എന്ന് കൊടുത്തേക്കാം. ഓക്കെ, ദാറ്റ് ഈസ് 2/4. 2/4 എന്ന് വെച്ചാൽ വേണ്ട സി 4 ഈക്വൽ പാർട്സിൽ 2 പാർട്ട് എന്ന് വെച്ചാൽ ഇതിന്റെ ഹാഫ് തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ്. ഇനി 1/4 ഇവിടെ എല്ലാം വട്ടം വേണം അല്ലേ? 3/4 മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 4/4 എങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഇത് 6th സ്റ്റാൻഡേർഡിലെ ക്വസ്റ്റ്യൻ ആണ്. 1/10 സെയിം നമ്പർ ലൈനിലാണ്. 1/10, 0/10, 5/10, 5/10, 10/10 ഇതെല്ലാം ഒറ്റ നമ്പർ ലൈനിലാണ്. അപ്പൊ ഇവിടെയും നമ്മൾ ചെയ്യാനുള്ളത് ഒരു യൂണിറ്റിന് എത്ര ഈക്വൽ പാർട്സ് ആക്കണം? 10 ഈക്വൽ പാർട്സ്. ഡിനോമിനേറ്റർ അനുസരിച്ചാണ് നമ്മൾ ഈക്വൽ പാർട്സ് എടുക്കുന്നത്. 10, 10, 10, 10. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റിന് 10 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ നമ്മൾ നമ്പർ ലൈൻ ആദ്യം 0 കൊടുക്കുക. ഇനി 10 ഈക്വൽ പാർട്സ് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഓരോ സെന്റിമീറ്റർ വെച്ച് എടുത്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പൊ ഇത് 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഞാൻ ഓരോ സെന്റിമീറ്റർ വെച്ച് എടുക്കുന്നതായിരിക്കും നമുക്ക് കംഫർട്ടബിൾ. ഓക്കെ, ഇതിപ്പം ഒരു യൂണിറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ 4 ഈക്വൽ പാർട്സ് ആകുമ്പോൾ 8 സെന്റിമീറ്റർ. അപ്പം ഒരു ഏകദേശം വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ശരിക്കും ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഇത് എല്ലാം സെയിം തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കി. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 0/10 കൊടുക്കാം അല്ലേ? അടുത്തത് 1/10, 2/10, 3/10, 4/10, 5/10, then 6/10, 7/10, 8/10, 9/10, 10/10. 10/10 is equal to 1. ഒരു യൂണിറ്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂണിറ്റ് എടുത്ത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഒരു യൂണിറ്റ് ഇവിടെ 0. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റിനെ തന്നെ 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഇനി ഏതൊക്കെ മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്? 1/10 ചോദിച്ചിട്ടുണ്ട്, 0/10 ചോദിച്ചിട്ടുണ്ട്, 5/10 ചോദിച്ചിട്ടുണ്ട്, പിന്നെ 10/10. ഓക്കെ, ഇത്ര കാര്യമേ ഉള്ളൂ. വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? വ്യത്യസ്ത ഫ്രാക്ഷൻസ് ഓൺ നമ്പർ ലൈൻ. ഓക്കെ, ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇനി ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 6th സ്റ്റാൻഡേർഡിൽ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, അത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2/5, 2/5, 3/5, 3/5, പിന്നെ 8/5, 8/5, 4/5. ഓക്കെ, അപ്പൊ ഇതൊന്നും പ്രശ്നമില്ല അല്ലേ? ഇതേത് ഫ്രാക്ഷൻ ആണ്? ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളണം. അപ്പൊ അത് 0ക്ക് 1 ഇടയ്ക്കല്ല വരുന്നത്. അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും. 6th ആർക്കില്ലേ, 7th ആർക്ക് കുഴപ്പമില്ല. എനിവേ അപ്പൊ നോക്കാം. ഓക്കെ, ഇവിടെയും നമ്മൾ ഇവിടെ എത്ര ഈക്വൽ പാർട്സ് വേണം ഒരു യൂണിറ്റ്? ഇവിടെ ഡിനോമിനേറ്റർ 5 ആണ്. ഞാനത് റെഡ് കൊടുക്കുന്നത് എത്ര ഈക്വൽ പാർട്സ് ഒരു യൂണിറ്റിനാണ് നമ്മൾ ഇത്ര ഈക്വൽ പാർട്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 0 കൊടുത്ത് അപ്പൊ 5 ഈക്വൽ പാർട്സ് ഒരു യൂണിറ്റിന് 5 ഈക്വൽ പാർട്സ് ആകുമ്പോഴത്തേക്ക് സെന്റിമീറ്റർ തന്നെ കൊടുക്കാം. 1, 2, 3, 4, 5 സെന്റിമീറ്റർ എടുത്ത് ഇതിവിടെ ഒരു യൂണിറ്റ് കൊടുക്കാം. ഓക്കെ, ഇനി 8/5 എന്ന് പറയുമ്പോഴേ 8/5 that is 1 times 5, 3. The answer is മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോഴത്തേക്ക് 1 and 3/5 എന്നാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ 1 നും 2 നും ഇടയ്ക്കാണ്
ഇത് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 1 and 3/5. അപ്പൊ ഒരു യൂണിറ്റ് കഴിഞ്ഞ് ഇപ്പൊ 1 and 2 അതേപോലെ പിന്നീട് കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 5 സെന്റിമീറ്റർ ഒരു യൂണിറ്റ് എടുത്താൽ അടുത്ത ഒരു യൂണിറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ എന്തായാലും നമുക്ക് വേണം. ഓക്കെ, വേണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ടേക്കണമെന്നാണ്. അതായത് 1, 2, 3, 4, 5 ഇത് 2 യൂണിറ്റ്. ഓക്കെ, 2 വരെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 1 നും 2 നും ഇടയ്ക്കാണ് വരുന്നത്. ഇപ്പൊ 7/5 ആണെങ്കിൽ 7/5 ആണെങ്കിൽ 7 divided by 5 ആകുമ്പോൾ 1 times 5 that is 2, that is 1 and 2/5. അതും 1 നും 2 നും 1 നും 2 നും ഇടയ്ക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ വെച്ച് മാർക്ക് ചെയ്ത് വെച്ച് വരുന്നത് 8/5. ഓക്കെ, ഇനി 12/5 ആണെങ്കിലോ 12/5 ആണെങ്കിൽ 12 divided by 5, 5 2s are 10, 2, that is 2 and 2/5. അത് 2 നും 3 നും ഇടയ്ക്ക് വരും. ഓക്കെ ഓക്കെ, അപ്പൊ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ ഈസിയാണ്. ഇവിടെ 0/5 വേണമെങ്കിൽ കൊടുക്കാം. 0, then 1/5, 2/5, 3/5, 4/5. This is 5/5. That is 1. 5/5 means 1. Okay. ഈ 5/5 എങ്ങനെയുണ്ട് 1 ആണെന്നറിയോ? 5 divided by 5. That is 1/5. 0. 1 അല്ല ആൻസർ കിട്ടുന്നത്. അപ്പൊ 5/5 means 1 തന്നെയാണ്. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ നമ്മളെ മീനിങ് മനസ്സിലായി 3/4 എന്ന് വെച്ചാൽ അതേ ഒരു റെക്ടാങ്കിളിനെ തന്നെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഈക്വൽ ആയിരിക്കണം കേട്ടോ. അതിൽ 3 പാർട്സ്. ഓക്കെ, ദിസ് ഈസ് 3/4. ഇനി 4/4 എന്ന് പറയുമ്പോൾ ഇത് മൊത്തവും വരും അല്ലേ? ദാറ്റ് ഈസ് 4/4 ഫുൾ ദ ഹോൾ, ദാറ്റ് ഈസ് 1. അപ്പൊ 5 ഈക്വൽ പാർട്സ് ഉണ്ടെങ്കിൽ 5/5 means the whole rectangle is there, the full 1. ഓക്കെ, അപ്പൊ 5/5 ആയി. ഇനി ഇത് നമുക്ക് ഇവിടെ 5 പറഞ്ഞാൽ 6/5 കൊടുക്കാം, 7/5, 8/5, 9/5. ഇനി ഇത് 10/5. 10/5 ആൻസർ 2 ആണ്. നമുക്കറിയാം 10 divided by 5 the answer is 2. ഓക്കെ, എന്ന് പറഞ്ഞാല് ഇത് ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ട് നമ്മള് 8 divided by 5 ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 3, that is 1 and 3/5 കിട്ടും അല്ലെ? അപ്പൊ ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ 5 ഈക്വൽ പാർട്സിൽ 3 പാർട്ട് വരണം. ദാറ്റ് ഈസ് 1, 2, 3 കണ്ട ഇവിടെ തന്നെ വരും. അപ്പൊ നിങ്ങള് മാർക്ക് ചെയ്യുന്നേ ഇങ്ങനെ ഒരു യൂണിറ്റ് 5 ഈക്വൽ പാർട്സ് ആക്കുക, അടുത്ത യൂണിറ്റും 5 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് 0/5, 1/5, 2/5, 3/5, 4/5, 5/5 means 1, 6/5, 7/5, 8/5 അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് മാത്രമാണ് അതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളത് അല്ലേ? ഓക്കെ, ചിൽഡ്രൻ, ദിസ് മസ്റ്റ് ഇനഫ്. ഓക്കെ, ബൈ.